ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കറിയാണ്. ഷാപ്പിലെ മോഡലാണ് ഇന്ന് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കുന്നത്. അതിനായി 2 കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി. നമ്മളതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലതായിട്ടത് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ 5 വലിയ സവോളയാണ് ഈ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത് നല്ല ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടിയല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നല്ല വൃത്തിക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കുറച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, കരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ പൗഡറും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വരാൻ വേണ്ടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തീയൊക്കെ അതിൻ്റെ പരുവത്തിൽ ഇട്ട് കൊടുക്കണം. ഒത്തിരി കൂടാനോ കുറയാനോ പാടില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിലാണ് ആ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വേകാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് കറി താത്ത് വെക്കാം. ആഹാ, എന്താ മണം! ആ കറിവേപ്പിലയുടെയും ആ കുരുമുളകിൻ്റെയൊക്കെ മണം, സൂപ്പർ മണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല എരിവ്, അസിൽ ഷാപ്പിലെ കറി പോലെ തന്നെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.